2024 മെയ് 2 കഴിയുമ്പോൾ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരു അഭിവൃദ്ധിയുടെ സമയമാണ്. ഒരുപാട് നേട്ടങ്ങളുടെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു നിറയുന്ന സമയമാണ്. ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ധനം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തും. ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരും. അതുപോലെ വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് ഒരുപാട് അവസരങ്ങൾ ഇവരെ തേടി വരും. അതായത് മഹാഭാഗ്യത്തിൻ്റെ സമയം, മഹാഭാഗ്യയോഗത്തിൻ്റെ സമയം. നമ്മൾ കേട്ടിട്ടില്ലേ പഞ്ചമഹായോഗങ്ങൾ? ജനിക്കുന്ന സമയത്ത് ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ 5 ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന യോഗങ്ങളാണ് പഞ്ചമഹായോഗങ്ങൾ. ഈ പഞ്ചമഹായോഗങ്ങളിൽ ഒരു 3 യോഗം റെഡിയായാൽ മതി നമ്മുടെ ജീവിതം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുവാൻ. എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. ഇവരുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന സമയം. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. വിദേശത്തൊക്കെ നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് അവസരങ്ങൾ ഇനി വന്നു ചേരും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പുണർത്തം പോകും. ഈ പുണർത്തം നക്ഷത്ര ജാതകർ ദാനശീലമുള്ളവരാണ്. സുഖത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സുഖത്തോടുകൂടി ജീവിക്കും. നല്ല സ്വഭാവമായിരിക്കും. ചീത്ത ബുദ്ധി ഉപയോഗിക്കാനും അറിയും. രോഗങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകും. ദാഹം കൂടും. അല്പം കിട്ടിയാലും സന്തോഷം. അല്പബുദ്ധികളായിരിക്കും പുണർതം നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ക്രൂര സ്വഭാവം ഉള്ളവരായിരിക്കും. ചഞ്ചല മനസ്സായിരിക്കും. വാക്സാമർത്ഥ്യമുള്ളവരാണ്. ഗ്രൂപ്പിൽ നേതാവാകാൻ കഴിയുന്നവരാണ്. അറിവുള്ളവരാണ്. സർക്കാർ ജോലിക്കൊക്കെ സാധ്യതയുള്ളവരാണ്. പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നവരാണ്. ഇവർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. ഇവർക്ക് ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു. ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. മെയ് 2 കഴിയുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കും. പൂയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ്. ഈ പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ കോപിഷ്ഠരായിരിക്കും. ബുദ്ധിമാനുമാണ്. ധൈര്യശാലിയുമാണ്. വാക്സാമർത്ഥ്യമുള്ളവരുമാണ്. എല്ലാ കാര്യത്തിലും അറിവുള്ളവരുമാണ്. ബന്ധുക്കൾക്ക് വേണ്ടത് ചെയ്യും. എന്നാൽ ധനവാനായി തീരുവാൻ യോഗം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മെയ് 2 കഴിയുമ്പോൾ ഇവർക്ക് ഒരു അത്ഭുതം സംഭവിക്കുമെന്ന്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് ചോതി ഇനി രക്ഷപ്പെടാൻ പോവുകയാണ്. എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും. ധനവാനാകാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്കുണ്ടാവും. വിനയമുള്ളവരാണ്. ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം കൂടുതൽ ഉള്ളവരാണ്. നല്ല വാക്കുകൾ പറയുവാൻ കഴിയും. ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കും. കടമൊക്കെ ഇപ്പോൾ ഉള്ള സമയമാണ്. വീട് വിട്ട് താമസിക്കുവാനുള്ള യോഗമൊക്കെ ഉണ്ട്. ബന്ധുക്കളിൽ ചിലരുമായി ശത്രുതയൊക്കെ പുലർത്തും. ആഡംബരമില്ലാത്ത ഒരു വേഷമായിരിക്കും ചോതി നക്ഷത്ര ജാതകർക്ക് മിക്കപ്പോഴും ഉള്ളത്. അടുത്ത നക്ഷത്രം രേവതിയാണ്. ഇവർക്ക് രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ്. രേവതിക്ക് ഇനി ഭാഗ്യമാണ്. പലരും പറഞ്ഞിട്ടുണ്ടാകും തൊഴിലൊക്കെ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള സമയമാണ് എന്ന്. സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കമുള്ള സമയമാണ് ഇതെന്ന്. പക്ഷേ ചില ഗ്രഹസ്ഥിതികൾ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. പൂർണ്ണതയുള്ള മനോഹരമായ ശരീരമുള്ളവരായിരിക്കും ഇവർ. സൗഭാഗ്യമുള്ളവരായിരിക്കും. പുരുഷന്മാർ സ്ത്രീകൾക്ക് വശംവദരായിരിക്കും. സ്ത്രീകൾ പുരുഷന്മാർക്കും സമ്പത്തുണ്ടാകും. അഭിമാനികളായിരിക്കും. ഗർവിഷ്ഠരും പ്രതാപിയുമായിരിക്കും. മത്സരശീലം ഉള്ളവരുമായിരിക്കും. രേവതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഉയർച്ചയുടെ സമയമാണ്. രക്ഷപ്പെടുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്ര ജാതകർക്കും ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടും. ഉറച്ച സൗഹൃദങ്ങൾ ഉണ്ടാകുന്നവർ,
വിനയ സ്വഭാവമുള്ളവർ, മക്കളെക്കൊണ്ട് നല്ലത് അനുഭവിക്കാൻ യോഗമുള്ളവർ. ഇനി മക്കളെക്കൊണ്ട് ഉയർച്ചയുണ്ടാവും പൂരാട നക്ഷത്ര ജാതകർക്ക്. ഇഷ്ടപ്പെട്ട ഭാര്യയെയും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട ഭർത്താവിനെയും ലഭിക്കും. സുഖം അനുഭവിക്കും. ഭരണാധികാരികളിൽ നിന്നും അംഗീകരിക്കപ്പെടും. പൂരാട നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും. ഒരുപാട് ഉയർച്ച ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. സഹോദരന്മാരിൽ നിന്നും വേണ്ടത്ര ഗുണമുണ്ടാകില്ല. ബലവാനായിരിക്കും, ഏകനായിരിക്കും, അധികം ഭക്ഷിക്കില്ല. അതുപോലെ തന്നെ സത്യം മുറുകെ പിടിക്കും. ഒന്നിലേറെ വീടുകളുണ്ടാകും. ധാരാളം സംസാരിക്കുന്ന പ്രകൃതമായിരിക്കും. ഒത്തിരി സമൃദ്ധിയും സന്തോഷവുമാണ് ഇനി ഇവർക്ക് വന്നു ചേരുന്നത്. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ മെയ് 2 കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. അത് ധനവാനാകുവാനുള്ള യോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ ഒരു നല്ല രീതിയിൽ നടക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. അടുത്തത് ഭരണിയാണ്. ഭരണിക്കിത് ഐശ്വര്യത്തിൻ്റെ സമയമാണ്. ദീർഘനാളുകളായി ഇവർ വിഷമിച്ചിരുന്ന ഒരു കാര്യത്തിൽ ഇവർക്ക് സന്തോഷമുളവാക്കുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്നു. ലോട്ടറി ഭാഗ്യമൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ജോലി ലഭിക്കാനും ജീവിതത്തിലെ പ്രതീക്ഷകൾ പൂവണിയുവാനും ഇവർക്ക് യോഗം വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും. നല്ല ഉയർച്ച വന്നു ചേരും. ആവർത്തിച്ചു വന്നുകൊണ്ടിരുന്ന ദുരിതവും അടിക്കടിക്ക് സംഭവിക്കുന്ന പതനവും മാറി ഈ നാളുകാർ ഒരു സർക്കാർ ജോലിയൊക്കെ നേടി ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ജ്യോതിഷം ലഗ്നം മുതൽ 12 ഭാവങ്ങളെ കൊണ്ട് മനുഷ്യനെ പഠിക്കുന്നു. ലഗ്നം കൊണ്ട് ദേഹം, ശിരസ്, ശൈശവം, കീർത്തി, ആയുസ്, തലമുടി, അഭിമാനം, ആരോഗ്യം, സുഖം, സ്വഭാവം ഇവ നിർണ്ണയിക്കുന്നു. 10ാം ഭാവം കൊണ്ട് തൊഴിൽ, ബഹുമതി, കീർത്തി, ദൈവം, സർക്കാർ ജോലി ഇവയൊക്കെ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഭരണി നക്ഷത്ര ജാതകർക്ക് ഒരു സർക്കാർ ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. മെയ് 2 കഴിയുമ്പോൾ അതിലൊരു തീരുമാനമാകും. ഏതായാലും രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം മകയിരമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരാൻ പോകുന്നു. എല്ലാ സങ്കടങ്ങളും മാറി ഒത്തിരി ഉയർച്ചയിലെത്തും. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞ പുഷ്പം കൊണ്ട് അർച്ചന നടത്തി കദളിപ്പഴം നിധിക്കുക. നിങ്ങൾ വീട് വെക്കും. മകയിര നക്ഷത്ര ജാതകർ വീട് വയ്ക്കും. അതുപോലെ തന്നെ ദുഃഖങ്ങളൊക്കെ മാറും. ലോട്ടറി അടിക്കും. സർക്കാർ ജോലി ലഭിക്കും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി നിങ്ങൾ അഭിവൃദ്ധിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുക. മറ്റൊന്നുമല്ല, ഗണപതിക്ക് നാരങ്ങാമാല ചാർത്തി നിവേദിച്ച് പുഷ്പാഞ്ജലി നടത്തുക. അതൊക്കെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ ജീവിതം മാറും. അടിക്കടി ഉയർച്ചയായിരിക്കും. ഇനി നിങ്ങളെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. അപ്പോൾ അത്രയ്ക്കും ഭാഗ്യമാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും. ഇവർ രക്ഷപ്പെടും. ഉറപ്പായും ഇവർ രക്ഷപ്പെട്ടിരിക്കും. ഈ 9 നക്ഷത്ര ജാതകരുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. തീർച്ചയായും മറുപടി തരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.